സെറ്റ് എക്സാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മൂന്ന് നാല് പാർട്ടായി നമ്മളുടെ 2024 ഐസെറ്റ് എക്സാമിൽ വന്നിട്ടുള്ള LKG ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സിബിലിങ്സോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരൊക്കെ ഐസെറ്റ് എക്സാം എഴുതുന്ന LKG സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസെറ്റ് എക്സാം 2024 വന്നിട്ടുള്ള UKGയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ UKGക്ക് ഏത് രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഐസെറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAME കണ്ടക്ട് ചെയ്യുന്ന IAME സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ IAME കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എക്സാമാണ് ഐസെറ്റ് എക്സാം. നമുക്ക് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. UKGയുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്കൂർ എക്സാം, 100 മാർക്കിന് 2 മണിക്കൂർ എക്സാം ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് UKGയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ക്ലാസ്സുകളിലെയും ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ ഈ ഫോം ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കുള്ള സഹായങ്ങൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും എങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് എന്നുള്ളൊരു രൂപം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പറായിരിക്കും കിട്ടുക. രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ടാവും, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എഴുതാനുണ്ടാവും, നെയിം ഓഫ് ദ സ്കൂൾ, ഡിവിഷൻ, ഇതൊക്കെ എഴുതാനുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അതിന് വേണ്ട ഹെൽപ്പുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാർട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യന് 20 മാർക്ക്, അങ്ങനെയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ഇമേജസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ താഴെ കുറച്ച് ഈ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് നോക്കിയതിന് ശേഷം അതിൻ്റെ താഴെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പിക്ചറുകൾ കാണുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം, പിക്ചറുകൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു പിക്ചർ, 2, 3, 4, അങ്ങനെ 5, 6, 7, 8, 9 അല്ലേ. നമുക്കങ്ങനെ 9 പിക്ചറുകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ പിക്ചറുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഇൻ ദ പിക്ചർ? ആ പിക്ചറിൽ, ആ ചിത്രത്തിൽ ഒരു ബോയ് എന്താണ് അതിൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കുട്ടികളെ ആൻസർ പറഞ്ഞു കൊടുക്കണം. ക്ലാസ് ടീച്ചർ ഒരു പക്ഷേ എടുത്ത് വിളിച്ചായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്താണ് അവിടെ ചെയ്യുന്നത്. ദ ബോയ് ഈസ് ഈറ്റിംഗ് അല്ലേ. ബോയ് എന്താ ചെയ്യുന്നത്? ബോയ് അവിടെ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അതാണ്. രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. വാട്ട് കളർ ഈസ് ദ റോസ്? ഇതിലൊരു റോസ് കാണുന്നുണ്ട് അല്ലേ. റോസ് കാണുന്നുണ്ടല്ലോ. ഒരു ഫ്ലവർ, റോസ് ഫ്ലവർ കാണുന്നില്ലേ? കണ്ടോ? റോസ് ഫ്ലവർ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, റോസ് ഫ്ലവർ കാണുന്നില്ലേ? ഈ റോസ് ഫ്ലവർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഈ റോസ് ഫ്ലവർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് നോക്കി നോക്കൂ. റോസ് ഫ്ലവർ നമ്മൾ കാണുന്നത് ഏത് കളറാണ്? വാട്ട് കളർ ഈസ് ദ റോസ്? വാട്ട് കളർ ഈസ് ദ റോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കളറാണ്? റെഡ് ഈസ് ദ റോസ് ഈസ് റെഡ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. റെഡ് അല്ലേ നമുക്ക് കാണുന്നത്? നിങ്ങൾ നോക്കൂ, റെഡ് അല്ലേ നമുക്ക് കാണുന്നത്? ഓക്കെ, അപ്പോൾ അതാണ് B ക്വസ്റ്റ്യൻ വരുന്നത്. C ക്വസ്റ്റ്യൻ. നെയിം എനി 2 ഫാം അനിമൽസ്. നെയിം എനി 2 ഫാം അനിമൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാമിൽ ഉള്ള വളരുന്ന 2 അനിമൽസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് നെയിം എനി 2 ഫാം അനിമൽസ്. 2 ഫാം അനിമൽസ്. ഇതിൽ ഏതായിരിക്കും ഫാം അനിമൽസ് വരുന്നത്? ഒന്ന് നമുക്കറിയാം ഏതൊക്കെയാണ്. ഒന്ന് ഗോട്ട് അല്ലേ, ഗോട്ട്. 2 ഏതാണ്? ഡക്ക്. ഗോട്ടും ഡക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. മനസ്സിലായിട്ടുണ്ടാവും. ഫാം അനിമൽസ് നമ്മൾ വളർത്തുന്ന അനിമൽസ് ആണല്ലോ, ഫാമിൽ വളർത്തുന്ന അനിമൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് അനിമൽസ് ഷോ ഇൻ ദ പിക്ചർ ക്യാൻ സ്വിം? അതായത് ചിത്രത്തിലെ പിക്ചറിൽ ഏത് മൃഗത്തിനാണ് നീന്താൻ കഴിവുള്ളതെന്നാണ്, സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമലാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം. നോക്കി നോക്കൂ. ഫസ്റ്റ് പിക്ചറാണോ, സെക്കൻഡ് പിക്ചറാണോ, തേർഡ് ആണോ, 4th ആണോ, 5th ആണോ, 6th ആണോ, 7th ആണോ അല്ലേ. നമുക്കറിയാം ഏതിനാണ് സ്വിം ചെയ്യാൻ കഴിയുന്നത്. സ്വിം ചെയ്യാനുള്ള എബിലിറ്റി കഴിവുള്ളത് ഏതിനാണ്? അതിന് കഴിവുള്ളതെന്ന് പറയുന്നത് ഡക്കിനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനൊക്കെ നോക്കാം. വാട്ട് ക്യാൻ യു സീ ഓൺ ദ ട്രീ? ഇവിടെ നമ്മളൊരു ട്രീ കാണുന്നുണ്ട് അല്ലേ. ട്രീ എവിടെയാണ് കാണുന്നത്? ട്രീ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ട്രീ
നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ക്യാൻ യു സീ ഓൺ ദ ട്രീ അല്ലേ? എന്താണ് നമ്മൾ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പിക്ചറിൽ കാണുന്നത് അല്ലേ? മാംഗോ കാണുന്നുണ്ടല്ലോ നമ്മൾ. മാംഗോ. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? അവിടെ ഒരുപാട് ഫ്രൂട്ട്സുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത്? മാംഗോ അല്ലേ കാണുന്നത്? വൃക്ഷത്തിൽ നമ്മൾ എന്താണ് മരത്തിൽ കാണുന്നത്? മാംഗോ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ നമ്പർ റിട്ടൺ ഓൺ ദ ബോർഡ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അവിടെ ഒരു ബോർഡിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ. എന്ത് നമ്പറാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വായിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആ ബോർഡിൽ എഴുതിയിട്ടുള്ള നമ്പറാണ് നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് എഴുതിയിട്ടുള്ളത് അല്ലേ? എന്താണ് എഴുതിയിട്ടുള്ളത്? 50 ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ? 50 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അത് വായിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ചിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം. അതിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത്. എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിക്ചറിൽ എന്തൊരു ഒബ്ജക്റ്റാണ് കൊടുത്തുള്ളത് എഴുതാൻ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പിക്ചറാണോ, സെക്കൻഡാണോ, തേർഡാണോ അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ്? പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വീണ്ടും കേൾക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ വേർഡ് റിട്ടൺ ഓൺ ദ ബുക്ക്. ഒരു ബുക്ക് അതിൽ കാണുന്നുണ്ട്. ബുക്കിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആ വാക്ക് നമ്മളോട് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് എഴുതിയിട്ടുള്ളത്. എന്താണ് എഴുതിയിട്ടുള്ളത്? ബുക്ക് ഇത് കണ്ടോ? ബുക്കിൽ എന്താ എഴുതിയിട്ടുള്ളത്? ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഡോഗ് അല്ലേ? ഡോഗ്. അപ്പോൾ നമ്മളത് വായിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസൈറ്റ് ദ ലൈൻസ് ഓഫ് യുവർ ഫേവറേറ്റ് റൈം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈമിൻ്റെ വരികൾ നിങ്ങളോട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ചൊല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റൈം നമ്മൾ ചൊല്ലി കൊടുക്കട്ടോ. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റൈം നമ്മൾ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ നമുക്ക് ഇതിൽ 2 മാർക്ക് നമുക്ക് തരും. ഓക്കെ, നമുക്കിതിൽ ഈ സെക്ഷനിൽ ഈ വീഡിയോയിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ വെജിറ്റബിൾ യു സീ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണുന്ന ഒരു പച്ചക്കറി, ഒരു വെജിറ്റബിൾ അതിലുണ്ട്. അതിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത്. എന്താണ് ഇതിലുള്ള വെജിറ്റബിൾ? ഒന്ന് നോക്കൂ അല്ലേ? നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്താണ് കാണുന്നത്? പംകിൻ നമ്മൾ കാണുന്നുണ്ടല്ലേ? അപ്പോൾ ആൻസർ എന്ത് പറഞ്ഞു കൊടുക്കണം? പംകിൻ. പംകിൻ എന്ന് നമ്മളതിൽ പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങളത് ചോദിക്കണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ഐസെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ LKG 2024 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UKGയിലെ ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടർന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ, നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ UKGയിലെ ഐസെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഏത് രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നൊക്കെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലുള്ളൊരു പേജായിരിക്കും അല്ലെങ്കിൽ ഒരു ഷീറ്റായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുക. കുട്ടികളുടെ സഹായത്തിന് വേണ്ടിയിട്ട് അതായത് ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ. ഡ്രോ എ ലൈൻ from each picture to the correct name. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഡ്രോ എ ലൈൻ ഈച്ച് പിക്ചർ ടു ദ കറക്റ്റ് നെയിം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾക്ക് നേരെ വരുന്ന പിക്ചറിന് നമ്മൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് വരച്ച് നോക്കാം. കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും, എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഇത് ചെയ്യിപ്പിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ PDF ഫയലുകളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞുള്ളത് സണ്ണാണ്.
സണ്ണ് നമുക്ക് നോക്കാം. സണ്ണ് ഈ പിക്ചറിൽ കാണുന്നുണ്ട് നിങ്ങൾ? ഓക്കെ, സണ്ണാണ് പറഞ്ഞത് അല്ലേ. ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് നോക്കാം, ഇതിൽ വേറെ എവിടെയെങ്കിലും സണ്ണ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏതായിരിക്കും വരിക? നമ്മൾ നേരെ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ബന്ധിപ്പിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പിഗ് വരുന്നുണ്ട്. പിഗ് ഏതായിരിക്കും? നിങ്ങൾ നോക്കൂ, പിഗ് എവിടെ വരുന്നത്? പിഗ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ പിഗിനെ പരസ്പരം എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഏതാണ് വരുന്നത്? ക്യാറ്റ് നമുക്ക് നോക്കാം. ക്യാറ്റ് വരുന്നുണ്ട്. ക്യാറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ. അല്ലേ. അപ്പോൾ ക്യാറ്റിന് എന്ത് ചെയ്യണം? ക്യാറ്റിന് പരസ്പരം കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ് വരുന്നത്? അടുത്തത് വരുന്നത് ബെഡ് അല്ലേ. ബെഡ് നമുക്ക് എവിടെ നോക്കാം? ബെഡ് എവിടെ? ബെഡ് ഇവിടെ ഉണ്ട് അല്ലേ. ബെഡിനെ നമ്മൾ കണക്ട് ചെയ്താലുള്ളൂ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഇതിനെ പരസ്പരം കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്? പാന് പറഞ്ഞിട്ടുണ്ട്. പാൻ ഇവിടെ കാണുന്നുണ്ടോ? പാന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പാനിനെ നമ്മൾ എന്ത് ചെയ്യണം? പാനിൻ്റെ പിക്ചറുമായിട്ട് പാനിനെ കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട്? ബസ് കാണുന്നുണ്ട്. ബസ് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ബസ്സിനെ പരസ്പരം നിങ്ങൾ കണക്ട് ചെയ്യുക. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടാപ്പ് അല്ലേ. ടാപ്പ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ടാപ്പ് ഇവിടെ അടുത്ത് വരുന്നുണ്ട് അല്ലേ. ടാപ്പ് നമ്മൾ കണക്ട് ചെയ്തു. ഇത് നമുക്ക് ലോഗാണ് വരുന്നത്. ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും എന്താണ്? ചെറിയ തടി കഷ്ണങ്ങളല്ലേ. അപ്പോൾ ലോഗും പരസ്പരം എന്ത് ചെയ്യുക? ലോഗും കണക്ട് ചെയ്ത് കൊടുത്തു അല്ലേ. ഡോഗ് നമ്മൾ എവിടെയാണ് കണ്ടത്? ഒന്ന് ഓർത്ത് നോക്കൂ. ഡോഗ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഡോഗിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കാം. നോക്കാമല്ലോ നമുക്ക്. മേലോട്ട് പോയിട്ടാണ് അല്ലേ. നമുക്ക് നോക്കാം, മേലോട്ട് പോയിട്ട് ഇവിടെയാണോ? അല്ല, നമുക്ക് അത് സൂം ഔട്ട് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. നോക്കാം നമുക്ക്. ഡോഗ് എവിടെയാണ്? ഇതല്ല നമ്മൾ ലൈന് കിടക്കുന്നത്. ഡോഗ് നമ്മൾ ഏറ്റവും മുകളിലല്ലേ കണ്ടത്. അപ്പോൾ ഡോഗിനെ നമ്മൾ ഇവിടുന്ന് വരച്ചിട്ട് നമ്മൾ ഈ പേജ് സൂം ഔട്ട് ആകാൻ പറ്റാത്തതുകൊണ്ടാട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോഗിനെയും പരസ്പരം കണക്ട് ചെയ്തു അല്ലേ. ഡോഗിനെയും പരസ്പരം കണക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താണ് വരുന്നത്? ഇനി നമ്മൾ ഹാറ്റ് വരുന്നുണ്ട് അല്ലേ. ഹാറ്റ് നമ്മൾ എവിടെയാണ് കണ്ടത്? ഹാറ്റ് നമ്മൾ ഇവിടെയാണ് കണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരച്ച് നോക്കാം. ഹാറ്റ് നമ്മൾ ഇവിടെയാണ് കണ്ടത് അല്ലേ. നോക്കാം നമുക്ക്. ഓക്കെ, ഹാറ്റ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് ലൈൻ നിന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹാറ്റിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പിക്ചർ. ഇതിങ്ങനെ വരച്ചാൽ പോരാ, നിങ്ങൾ വൃത്തിയായിട്ട് വരക്കണം കേട്ടോ. വൃത്തിയായിട്ട് വരച്ചാലല്ലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ ഒരു സൈഡിൽ കുറേ നെയിമുകൾ കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനുമായി കൊടുത്തുള്ള വേർഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന പിക്ചറിനെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണൊരു മോഡൽ. നിങ്ങളിതൊക്കെ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസെറ്റ് എക്സാം നമുക്കറിയാം, IIME കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് ഐസെറ്റ് എക്സാം. 2024 UKGയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൾറെഡി നമ്മളിതിൻ്റെ 2 പാർട്ടുകൾ UKG 2024 ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. ടിക്ക് ബിലോ ദ കറക്റ്റ് ഇമേജ്. അതായത് താഴെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ഒരു നെയിംസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. നെയിംസും കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്ക്. ഓക്കെ, ഇവിടെ എന്ത് കാണുന്നുണ്ട്? നിങ്ങൾ ഇവിടെ കുറച്ച് നെയിംസ് കാണുന്നുണ്ട് അല്ലേ. നെയിംസ് കാണുന്നുണ്ട്. ഈ നെയിംസിനനുസരിച്ച് ഈ പിക്ചറിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് നിങ്ങളത് ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോട്ടിനനുസരിച്ച് ഏതാണോ അതിൽ പോട്ടുള്ളത്, ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ ഫസ്റ്റ് റോലി ഏതാണ് ഇതിൽ പോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ടിക്ക് കൊടുക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പോട്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോട്ട്. ഇതിൽ ഏതാണ് പോട്ട് വരിക? ഓക്കെ, ഫസ്റ്റ് പാൻ ഉണ്ട്, പിന്നെ
പിന്നെ വരുന്നത് അല്ലേ, വരുന്നതാണ് പോട്ട്. അപ്പോൾ പോട്ടിന് എന്ത് ചെയ്യുക, എൻ്റെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് നമ്മൾ നോക്കാം, ഇതിൽ ഹെൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഹെന്ന്, കോക്ക്, ഓൾ, ഡക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹെന്ന് എന്ന് പറയുന്ന ഇതുമായി സാമ്യമുള്ള അല്ലെങ്കിൽ അതുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡക്ക് ഉണ്ട്, ഔളുണ്ട്, അതുപോലെ തന്നെ ഹെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെന്ന് ഏതാണ്? ഓക്കെ, നമുക്കറിയാം ഹെന്ന് ഏതാണ്. ഹെന്ന് എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹെന്നിൻ്റെ കോളത്തിൽ നമ്മളൊരു ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ ബാറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ബാറ്റ് ഏതാണ്? നമുക്ക് ബാറ്റ് ഏതാണെന്ന് അറിയണം. ബാറ്റ് നമുക്ക് നോക്കാം. ഇതിൽ പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ബാറ്റല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ബാറ്റിലല്ലേ ടിക്ക് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ബാറ്റ് ഇതിൽ ഈ 3 പിക്ചറിൽ ബാറ്റ് ഏതാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് ബാറ്റിൻ്റെ താഴെ കൊടുത്തുള്ള ചെറിയ കോളത്തിൽ നമ്മളൊരു ടിക്ക് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഫസ്റ്റ് പിക്ചർ ഒരു സോക്സ് ആണ്. സെക്കൻഡ് പിക്ചർ എന്താണ്? ഒരു ബാറ്റാണ്. തേർഡ് പിക്ചർ എന്താണ്? ഹാറ്റാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ബാറ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ബാറ്റിൻ്റെ കോളത്തിൽ എന്ത് വേണം, ഒരു ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. എന്താണ് ടിക്ക് ബിലോ ദ കറക്റ്റ് ഇമേജ്? കറക്റ്റായിട്ടുള്ള ഇമേജിനനുസരിച്ച് അവിടെ കൊടുത്തിട്ടുള്ള പേരുകൾ എന്ത് വേണം, പേരുകൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അതിൽ ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കാണണം. കുട്ടികളാണ്, വീണ്ടും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്കത് ക്യാച്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ നമ്പർ നെയിം. ഇത് ചെറിയ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ എന്നുള്ളത് അവർ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. നോക്കാം. മാച്ച് ദ നമ്പർ നെയിം, അതായത് താഴെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. 3 നമുക്ക് വായിച്ചു നോക്കാം. 3, 10, 11 അല്ലേ. അതൊക്കെ എന്താണ്, ഒരു നമ്പറുകളുടെ പേരാണ്. നമ്പറുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ്. ആ പേരുമായി വരുന്ന നമ്പറുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടും പരസ്പരം കണക്റ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. 3 ഫസ്റ്റിനെ നോക്കാം. 3 ഇതിൽ 3 വരുന്നത് ഏതാണ്? ഒന്നാമത്തതാണോ ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ മൂന്നാമത്തതാണോ 3 വരുന്നത്? നമുക്കറിയാം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ. അപ്പോൾ എന്ത് വേണം, 3യിലേക്ക് ഈ 3 എന്ന് പറഞ്ഞ വേർഡ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 10 ആണ് പറഞ്ഞത്. നെക്സ്റ്റ് 10. അപ്പോൾ 10 നമുക്ക് നോക്കാം. ഇതാണോ 10 വരുന്നത് അല്ലേ. നമുക്കറിയാം ഇതാണ് 10 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ 10ലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? 11 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 11 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. മാച്ച് ദ നമ്പർ നെയിം എന്നാണ് ചോദിച്ചത്. നമ്പറിൻ്റെ പേരിനനുസരിച്ചുള്ള നമ്പറിനെ കണക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടിക്ക് ദ ഓഡ് വൺ ഔട്ട്. എന്തിനാണ്? ഒറ്റപ്പെട്ടതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ നിന്ന് ഒറ്റപ്പെട്ടുള്ളതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? അതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കളേഴ്സാണ് അല്ലേ. ഫസ്റ്റ് കളേഴ്സാണ്. അപ്പോൾ ഈ 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളറിൽ നിന്ന് എന്താണ് ചോദിച്ചത്? അതിൽ ഒരൊറ്റപ്പെട്ട കളറുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പിക്ചർ ഏതാണ്? യെല്ലോ കളർ അല്ലേ. സെക്കൻഡ് പിക്ചർ ബ്രൗൺ കളർ. തേർഡ് പിക്ചർ യെല്ലോ കളർ. വാട്ട് ഈസ് ദ odd one in this picture? ഏതാണ്? which is the odd one in this picture? ഓക്കെ, നമുക്കറിയാം 2 യെല്ലോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ബ്രൗൺ ആണല്ലേ. അപ്പോൾ ബ്രൗൺ ഈസ് ദ എന്താണ്? ടിക്ക് ചെയ്യണം നമ്മളതല്ലേ. ബ്രൗൺ അല്ലേ ഇതിൽ ഓടായിട്ട് വരുന്നത്. അപ്പോൾ ബ്രൗൺ നമ്മൾ ടിക്ക് കൊടുക്കാം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. എന്താണ്? നമുക്ക് 3 കാറ്റുകൾ കാണുന്നുണ്ട് അല്ലേ. 3 കാറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ വ്യത്യാസം? എല്ലാതും ഒരു സൈഡിലേക്കാൾ 3 കാറ്റുകൾ ഇരിക്കുകയാണ് അവർ. പക്ഷെ അതിൽ 2 കാറ്റുകൾ എന്താണ്? ഒരേ പൊസിഷനിലേക്കാണ് അവർ തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റേത് എന്താണ്?
മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ദ ഓഡ് വൺ? അപ്പോൾ നമുക്കറിയാം ഈ രണ്ടും ഒരേ സൈഡിലേക്കും ഒന്ന് മറ്റേ സൈഡിലേക്കും ആണെങ്കിൽ മറ്റേ സൈഡിലേക്ക് നീങ്ങിയിരിക്കുന്നതിന് അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നതിന് നമുക്ക് ഓഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഒരു ലയൺ ഉണ്ട്, ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്, ഒരു എലിഫൻ്റ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? നമുക്ക് തന്നെ അറിയാം ലയൺ എന്ന് പറയുന്നത് ഒരു ആനിമലാണ്, എലിഫൻ്റ് ആനിമലാണ്. പക്ഷേ ഗോൾഡ് ഫിഷിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൺസിഡർ ചെയ്യാൻ കഴിയില്ല അല്ലേ. ആനിമലിൻ്റെ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇനിയിപ്പോൾ ആ രൂപത്തിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ലയണ് എലിഫൻറ്റും ഒരേ സൈഡിലേക്കാണ് അവരുടെ ഫേസ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഗോൾഡ് ഫിഷിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ഏതെന്ന് പറയാം? ഗോൾഡ് ഫിഷ് ഈസ് ദ ഓഡ് വൺ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഓഡ് വണ്ണിനെ നമ്മളോട് ടിക്ക് ഇടാനാണ് പറഞ്ഞത്. ഒറ്റപ്പെട്ടത് ഏതാണോ താഴെ കൊടുത്തിട്ടുള്ളത് അതിൽ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Unscramble the letters to form correct words and write it in the box. താഴെ കൊടുത്തിട്ടുള്ള സ്പെല്ലിംഗ് ഒക്കെ മാറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൻ്റെ പേരെന്തുണ്ട്? അപ്പുറത്തുണ്ട്. പക്ഷെ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അക്ഷരങ്ങൾ ശരിയായ ക്രമത്തിൽ അത് എഴുതിക്കൊണ്ട് ശരിയായ വാക്കുകൾ, ഇവിടെ അക്ഷരങ്ങൾ ശരിയായ ക്രമത്തിലല്ല എഴുതിയിട്ടുള്ളത്. ലെറ്റേഴ്സ്, ആ ലെറ്റേഴ്സിന് ശരിയായ രൂപത്തിൽ എഴുതിയിട്ട് ഈ കോളത്തിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് എന്താണ്? ഫോക്സ് അല്ലേ. ഫോക്സിന് എന്തൊക്കെയാണ് സ്പെല്ലിങ്? ഫോക്സിന് സ്പെല്ലിങ് എന്ന് പറയുന്നത് എഫ് വരുന്നുണ്ട്, ഒ വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട് അല്ലേ. ഇതിലേതൊക്കെയുണ്ട്? നമുക്കറിയാം ഇതിൽ 3 ലെറ്ററും കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ എങ്ങനെ എഴുതണം? നമ്മളപ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ എങ്ങനെ എഴുതണം? നിങ്ങൾ പറ എങ്ങനെ എഴുതണം നമ്മളത്? അപ്പോൾ നമുക്ക് അറിയണ പോലെ തന്നെ അല്ലേ. എന്താണ്? എഫ് ഒ എക്സ് അല്ലേ, ഫോക്സ്. അപ്പോൾ അത് ശരിയായല്ലോ. നോക്കി നോക്കൂ, ഉണ്ടോ 3 ലെറ്റർ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കാം. രണ്ടാമത്തെ പിക്ചർ എന്താണ്? രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു കപ്പാണ്. കപ്പ് നമ്മൾ എങ്ങനെ എഴുതുക? സാധാരണ കപ്പ് നമ്മൾ എഴുതുക CUP അല്ലേ. CUP ആണ് എഴുതുക. ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ സിയും പിയും യുയും ഉണ്ടോ നോക്കുക. അതിലുണ്ട് അല്ലേ. സിയും ഉണ്ട്, പി ഉണ്ട്, യുയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരാക്കി ഇവിടേക്ക് എഴുതണ്ടേ? നമുക്ക് നോക്കാം, നേരാക്കി എഴുതാൻ പറ്റും നോക്കാം. സി കപ്പ് യു പി അല്ലേ. അപ്പോൾ നമ്മളതും മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇതുപോലൊക്കെ ക്വസ്റ്റ്യൻ തരും കേട്ടോ. അതായത് ഒരു വേർഡ് ഉണ്ടാവും, വേർഡിൻ്റെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് തരും. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ നമ്മളോട്, അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ഫസ്റ്റ് വരുന്നത്? ഇതിനൊക്കെ നിങ്ങൾക്ക് മാർക്കുണ്ട് കേട്ടോ. 10 മാർക്കാണ് ഈ 5 സെൻറ്റൻസുകൾ നിങ്ങളോട് വായിച്ചു കഴിഞ്ഞാൽ. എ ബിഗ് പിഗ് അല്ലേ. ഫസ്റ്റ് നമ്മൾ വായിച്ചു. എന്താണ്? നമ്മൾ ടീച്ചർക്ക് വായിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ എന്താ വായിക്കുക? എ ബിഗ് പിഗ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. എ റെഡ് ഹാറ്റ്. എ റെഡ് ഹാറ്റ്. നെക്സ്റ്റ് നോക്കാം. എ ബിഗ് ബോക്സ്. എ ബിഗ് ബോക്സ്. ഹഗ് എ പബ്. ഹഗ് എ പബ്. എ കാറ്റ് ഓൺ ദ മാറ്റ്. എ കാറ്റ് ഓൺ ദ മാറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ചു കൊടുക്കണം. ഫസ്റ്റ് എ ബിഗ് പിഗ്, എ റെഡ് ഹാറ്റ്, എ ബിഗ് ബോക്സ്, ഹഗ് എ പബ്, എ കാറ്റ് ഓൺ ദ മാറ്റ്. അപ്പോൾ നിങ്ങളിതൊക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്താൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ നമ്പർ കൊടുക്കും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് 2-3 വർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ്? റൈറ്റ് വാട്ട് കംസ് ഇൻ ബിറ്റ്വീൻ. അതായത് എന്താണ് ഇതിൻ്റെ ഗ്യാപ്പിൽ വരുന്നത്? 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ലെറ്റർ ഏതാണെന്നാണ്, അല്ലെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നേരെ നോക്കാം. 12 നെക്സ്റ്റ് 14 ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? ഇപ്പുറത്ത് 12 ഉണ്ട്, ഇപ്പുറത്ത് 14 ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഏതായിരിക്കും വരിക? അപ്പോൾ നമുക്ക് കൊണ്ടു നോക്കാം. 12 13 അല്ലേ.
13 അല്ലേ വരിക. ഓക്കെ 12 13 14 അല്ലേ. ഈസ് ഇറ്റ് ഓക്കെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. 5 5 6 7 5 6 7. നെക്സ്റ്റ് ഏത് വരും? നെക്സ്റ്റ് നമുക്ക് നോക്കാം. 8 8 10 8 9 10 8 9 10. നെക്സ്റ്റ് ഏത് വരും? 20 20 21 22 20 21 22. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പാട്ടായിട്ട് അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സ്വാഗതം. ഐസെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IME കണ്ടക്ട് ചെയ്യുന്ന സ്കോളർഷിപ്പ് എക്സാമാണ് ഐസെറ്റ് എക്സാം എന്ന് പറയുന്നത്. UKG 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 2-3 പാർട്ടുകളായിട്ട് ആൾറെഡി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷന് കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ വരെ ചെയ്തിട്ടുള്ളത്. 9th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 9th ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വേ. എന്താണ് പറയുന്നത്? നമുക്കൊക്കെ അറിയേണ്ടതാണ്. ആ കുട്ടി ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിന് വീട്ടിലേക്ക് പോകണം. സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ കുട്ടിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉള്ള വഴിയാണ് കുട്ടി പോകുന്നത്. അപ്പോൾ കുട്ടിക്ക് വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഫൈൻഡ് ദ വേ. കുട്ടിക്ക് എന്താണ് വഴി കാണിച്ചു കൊടുക്കണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വഴി കാണിച്ചു കൊടുത്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കുട്ടി പോവുക. ആകെ ഡിസോർഡർ ആണല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് കുട്ടി ഇങ്ങോട്ടെത്തി, ഇങ്ങോട്ട് പോയി ഇവിടെ എത്തിയല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എത്തിയാൽ ഇനി എങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, കുട്ടിക്ക് ഇങ്ങോട്ടാണ് എത്തേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ വരണം? ഇവിടെ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് വരണം അല്ലേ. ഇവിടെ നിന്ന് താഴോട്ട് വരണം. ഇവിടെ നിന്ന് തുടങ്ങി എഗെയിൻ, ഇവിടെ നിന്ന് തുടങ്ങി എഗെയിൻ, ഇവിടെ നിന്ന് താഴോട്ട് പോയി ഇങ്ങനെ പോയി അല്ലേ. നിങ്ങളിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകാനുള്ള 2-3 വഴികൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല സൂക്ഷ്മമായി നോക്കണം കേട്ടോ. നമുക്ക് മാർക്ക് കിട്ടുന്നതല്ലേ. ഇങ്ങനെ പോയിട്ട് നമ്മൾ എവിടെ എത്തി? വീട്ടിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തുമല്ലേ. എപ്പോൾ എത്തി? നമ്മൾ വീട്ടിലേക്ക് എത്തി അല്ലേ. നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വേണം വരച്ചു കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? മാച്ച് ദ അനിമൽ വിത്ത് ഇറ്റ്സ് ടൈൽ. കുറച്ച് അനിമൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സൈഡിൽ നമുക്ക് കുറച്ച് അനിമൽസ് കൊടുത്തിട്ടുണ്ട്. ഈ അനിമൽസുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ടെയില്, അവരുടെ വാലുകൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏത് വരുന്നുണ്ട്? മങ്കി വരുന്നുണ്ട് അല്ലേ. മങ്കിയുടെ വാല് ഏതായിരിക്കും? അപ്പോൾ നമ്മൾ മങ്കിയുടെ വാല് കണക്ട് ചെയ്ത് കൊടുക്കുക. ഏതായിരിക്കും? മങ്കിയുടെ വാല് ടെയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. എലിഫൻറ്റിൻ്റെ ടെയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. എലിഫൻറ്റ് ടെയിൽ കണക്ട് ചെയ്ത് കൊടുത്തു അല്ലേ. ഇതിൽ ലയൻ്റെ ടെയിൽ താഴെയാണ് വരുന്നത്. ലയൻ്റെ ടെയിൽ വരുന്നുണ്ട്. ലയൻ്റെ കണക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈഗിളുണ്ട്. ഈഗിൾ ഏതായിരിക്കും? ഈഗിളിൻ്റെ കണക്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പിഗ്. നിങ്ങളപ്പോൾ ഇതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. എങ്ങനെയാണ് വരിക, ഓരോ അനിമൽസ് എങ്ങനെയാണ്, ബേഡ്സ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഐഡിയ വേണം. അപ്പോൾ അതിന് രൂപത്തിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കോപ്പി ദ സെൻറ്റൻസസ്. കുറച്ച് സെൻറ്റൻസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾ നേരെ ഇപ്പുറത്ത് കാണുന്ന ഈ കോളത്തിലേക്ക് എന്ത് ചെയ്യാണ്? കോപ്പി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കോപ്പി ചെയ്ത് നോക്കാം. മൈ നെയിം ഈസ് റാം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പുറത്തോട്ട് മാറ്റി എഴുതാണ് അല്ലേ. മൈ നെയിം ഈസ് റാം. ഇപ്പുറത്തോട്ട് നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ മാറ്റി എഴുതണം അല്ലേ.
മൈ നെയിം ഈസ് ഇപ്പുറത്തോട്ട് നമ്മൾ എന്ത് എഴുതണം, മാറ്റി എഴുതണം അല്ലേ. മൈ നെയിം ഈസ് റാം. ക്ലിയർ. അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. മൈ നെയിം ഈസ് റാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഐ ആം എ ബോയ്. ഐ ആം എ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ ആം എ ബോയ്. അപ്പോൾ നമ്മൾ ഐ ആം എ ബോയ് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഐ ആം എ ബോയ് എന്നുള്ളത് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ പേപ്പർ കിട്ടുമല്ലോ, അപ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റി എഴുതണം കേട്ടോ. അതേപോലെ തന്നെ എഴുതണേ. ഐ ആം എ ബോയ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ നോക്കാം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഐ ക്യാൻ റീഡ്. ഐ ക്യാൻ റീഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതണം. ഐ ക്യാൻ റീഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് നോക്കാം. ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി. ഓക്കെ, ഐ ആം ഹാപ്പി. അപ്പോൾ അത് നമ്മൾ ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യണം, ഇപ്പുറത്തോട്ട് നിങ്ങൾ ബുക്ക് ആൻസർ ഷീറ്റിലേക്ക് മാറ്റി എഴുതണം കേട്ടോ. എന്താണ്, ഐ ആം ഹാപ്പി. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് 11th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ചെറിയ എന്തുണ്ട്, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താ എഴുതേണ്ടത് നിങ്ങൾക്കറിയാലോ, എങ്ങനെ എഴുതേണ്ടത് നിങ്ങൾക്കറിയാലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സ്പോട്ട് 5 ഡിഫറൻസസ്. നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയിട്ട് എന്ത് വേണം, 2 പിക്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഈ 2 പിക്ചറിൽ 5 ഡിഫറൻസുകളുണ്ട്. ഈ ഡിഫറൻസുകളോട് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം, സൂക്ഷ്മമായിട്ട് നോക്കാം. ഇതിലെന്തൊക്കെ ഉണ്ട്, ഇതിലുള്ളത് എന്താണ്, ഇതിലില്ലാത്തത്, ഇതിലുള്ളത് എന്താണ്, ഇതിലില്ലാത്തത് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് 5 ഡിഫറൻസ് കണ്ടെത്താം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ എന്തുണ്ട്, ഇതിൽ സണ്ണുണ്ട്, പക്ഷേ ഇവിടെ സണ്ണില്ല. ഒന്നായോ? ഓക്കെ. ഇവിടെ എന്തുണ്ട്, 3 ക്ലൗഡ്സ് ഉണ്ട് അല്ലേ. 3 ക്ലൗഡ്സ് ഉണ്ട്, പക്ഷേ ഈ പിക്ചറിൽ എത്ര ഉള്ളൂ, 2 ക്ലൗഡ്സ് ഉള്ളൂ. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ ഡിഫറൻസ് ആയോ? 2 ഡിഫറൻസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് തേർഡ് നമുക്ക് നോക്കാം. എന്താണുള്ളത്, ഇവിടെ ഈ സ്വിങ്ങിൻ്റെ ബാക്കിൽ എന്തുണ്ട്, ഒരു ട്രീ ഉണ്ട്, ഇവിടെ ട്രീ ഇല്ല. അപ്പോൾ എത്രയായി, 3 ഡിഫറൻസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് ബെഞ്ചിൻ്റെ ബാക്കിലായിട്ട്, ബട്ട് ഇവിടെ ഫ്ലവർ ഇല്ല. അപ്പോൾ 4 എണ്ണമായോ അല്ലേ. നിങ്ങൾ സൂക്ഷ്മമായി നോക്കണം കേട്ടോ. നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്, ഇവിടെ സ്റ്റുഡൻസ് എക്സ്ട്രാ ഉണ്ട്, ഇവിടെ ഓൺലി 1 ബോയ് മാത്രമേ ഉള്ളൂ. 5 ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം കേട്ടോ, ഏതൊക്കെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്, ഇവിടെ ഒന്ന് സണ്ണ് വരുന്നുണ്ട്, ക്ലൗഡ്സ് കൗണ്ട് ചെയ്യുക, ഒരു ട്രീ, ഫ്ലവർ, സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ലാസ്റ്റ് 13th ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ നോക്കാം. എന്തൊക്കെയാണ് കൊടുത്തുള്ളത്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ ഏത് വരും, ആദ്യം ഒരു സ്ക്വയർ വരും, പിന്നെ ഒരു സർക്കിൾ വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ബി ഡി ജി. അപ്പോൾ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഏതൊക്കെ എഴുതണം, എ ബി ഡി ജി. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്, ഒരു സർക്കിളിൽ ഒരു ക്യൂബാണ് വിചാരിക്കുക. 1 2 3. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും, ഇവിടെ 4 വരണം അല്ലേ. 4. അപ്പോൾ ഇവിടെ എത്ര വരേണ്ടി വരും, ഇവിടെ 4 വരേണ്ടി വരും അല്ലേ. 1 2 3 4. ഇവിടെ എത്ര വരേണ്ടി വരും, 1 2 3 4 5 അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. എന്താ പറയുള്ളത്, കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് കളർ ഇറ്റ്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം വേണ്ടി കളർ കൊടുക്കണം വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ സിമ്പിളാണ്, അത്യാവശ്യം മാർക്ക് ഉണ്ട്, ഇതിന് 10 മാർക്കാണുള്ളത് കേട്ടോ. ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ ഉണ്ട്, ഈ സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ വിങ്സ് കാണാം, ഈ സൈഡിലേക്ക് വിങ്സ് നമ്മൾ വരക്കണം.
ഇതിൽ വരുന്ന ഈ കളറുകളൊക്കെ എന്ത് വേണം ഇപ്പുറത്തോട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് 2024 UKG വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ടുകളായിട്ട് നമ്മളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്രണ്ട്സിനോ നിങ്ങളുടെ സിബ്ലിങ്സിന് കസിൻസിനൊക്കെ നിങ്ങൾ എന്ത് വേണം ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.